ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിലും റഷ്യ, ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഔദ്യോഗിക മാധ്യമങ്ങളിലും പാശ്ചാത്യ വിരുദ്ധ രാഷ്ട്രീയ ചർച്ചകളിലും എപ്പോഴും ഉന്നയിക്കപ്പെടുന്ന വാദമാണ് CIA, ജോർജ് സോറസ്, ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്നിവർ ചേർന്ന് നടത്തുന്ന ഏജൻസി പ്രവർത്തനം. ഇതിനെ അവർ കളർ റവല്യൂഷൻ പ്ലേ ബുക്ക് അഥവാ സോഫ്റ്റ് പവർ ഭരണം മാറ്റൽ അല്ലെങ്കിൽ റെജീം ചേഞ്ച് എന്നാണ് വിളിക്കുന്നത്. ഇത് ലോകത്ത് നടക്കുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. ലോകത്ത് ഭരണകൂടങ്ങളെ മാറ്റുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാടെണ്ണമുണ്ട്. ആര് ചെയ്യുന്നു, എങ്ങനെ ചെയ്യിച്ചു എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഏജൻസിയെയോ അല്ലെങ്കിൽ ജോർജ് സോറസിനെയോ നേരിട്ട് ബ്ലെയിം ചെയ്യുന്നതിന് പകരം ലോകത്ത് നടന്നിട്ടുള്ള റിജീം ചേഞ്ചുകളിലെ എല്ലാം ഒരു പാറ്റേൺ പൊതുവെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പാറ്റേണിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം ഇതിന്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് പ്രാദേശിക NGOകൾ, മനുഷ്യാവകാശ സംഘടനകൾ, മാധ്യമ നിരീക്ഷണ ഗ്രൂപ്പുകൾ, സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ എന്നിവരെ വൻതോതിൽ സ്വാധീനിക്കുക, ഇവർക്ക് ഫണ്ട് നൽകുക എന്നതാണ്. സോറസിൻ്റെത് പോലെയുള്ള ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് കുറെ കാലമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു ആരോപണം. വലിയ തോതിൽ ഫണ്ട് സമാഹരിച്ച് പല പേരുകളിൽ, ഡയറക്റ്റ് ആയിരിക്കില്ല അവർ കൊടുക്കുന്നത്, പല സ്ഥാപനങ്ങൾ രൂപീകരിച്ച് പല സ്ഥലങ്ങളിലൂടെ കൈമാറിയായിരിക്കും ഈ ഫണ്ട് വരുന്നത്. ഉദാഹരണത്തിന് സോറസിന്റെ സ്ഥാപനം അമേരിക്കയിലാണെന്ന് സങ്കല്പിക്കുക. പക്ഷേ ഈ ഒരു ഫണ്ട് നേരിട്ട് കൊടുക്കുന്നത് അമേരിക്കയിൽ നിന്നായിരിക്കില്ല, ചിലപ്പോൾ നോർവേയിൽ നിന്നായിരിക്കാം, സ്വീഡനിൽ നിന്നായിരിക്കാം, ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു സംഘടന വഴിയായിരിക്കും ഫണ്ട് കൈമാറുന്നത്. അത് കൊടുക്കുന്നത് നേരിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. അവിടെയാണ് ഇവരുടെ തന്ത്രം എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം പ്രാദേശിക ഗ്രൂപ്പുകളെയും NGOകളെയും മനുഷ്യാവകാശ സംഘടനകളെയും ഒക്കെ പണം കൊടുത്താണ് ആദ്യഘട്ടത്തിൽ ഇവർ കയ്യിലെടുക്കുന്നത്. ഇത് ഒരു റെജീം ചേഞ്ച് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരൊറ്റ ദിവസം കൊണ്ടായിരിക്കില്ല ഇത് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ ഭാഗമാകുന്ന മേൽപ്പറഞ്ഞ NGOകൾക്കോ മനുഷ്യാവകാശ സംഘടനകൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ ഇവരിങ്ങനൊരു റെജീം ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് മാറുന്നത് എന്ന് അറിയുക പോലും ഇല്ലായിരിക്കും. അങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ജനാധിപത്യം, മനുഷ്യാവകാശം എന്നിങ്ങനെ പല പേരുകളിലായിരിക്കും പണം സ്വരൂപിക്കുന്നത്. ഭാവിയിൽ പാശ്ചാത്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വക്കീലന്മാർ, മാധ്യമ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ എന്നിവരുടെ ഒരു വലിയ ശൃംഖല തന്നെ ഇങ്ങനെ പതിയെ ഒരു രാജ്യത്തുണ്ടാക്കിയെടുക്കും. ഇത് ഒരു ദിവസം കൊണ്ടല്ല, വർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ നടക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. ഇതിന്റെ രണ്ടാം ഘട്ടമാണ് വിവര സാങ്കേതിക വിദ്യാ യുദ്ധവും പ്രചാരണവും, അതായത് ഇൻഫർമേഷൻ വാർഫെയർ. വിദേശ ഫണ്ട് ലഭിക്കുന്ന മാധ്യമങ്ങളും NGOകളും അതാത് രാജ്യത്തെ സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. ചിലപ്പോൾ അഴിമതിക്കെതിരായിട്ടെന്ന് പറഞ്ഞായിരിക്കാം, ചിലപ്പോൾ ഈ സർക്കാർ ഏകാധിപത്യ പ്രവണതകൾ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചായിരിക്കാം, തെരഞ്ഞെടുപ്പിനുമേൽ ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെ പടിപ്പടിയായിട്ട് ഓരോ മേഖലയിലായിട്ട് ഭരണകൂടത്തിനെതിരായിട്ട് ഇത്തരം മാധ്യമങ്ങളും NGOകളും പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് പതിയെ വാർത്തകളിൽ നിറയാൻ തുടങ്ങും. നിരന്തരമായിട്ട് ഈ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് കൂടി ഈ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് വീണ്ടും ഞാൻ പറയുന്നു, ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രോസസ് അല്ല, ഒരുപാട് കാലം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ജനങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും മുന്നിൽ നിലവിലുള്ള സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുക എന്നതാണ് ഈ രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത്. അതേസമയം പ്രതിപക്ഷത്തെ പുരോഗമനവാദികളായി ചിത്രീകരിക്കാനുള്ള ശ്രമവും ഇതിനോടൊപ്പം തന്നെ നടക്കും. ഇത് ഇങ്ങനെ സ്ലോലി നടന്നുകൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇത്തരം വാർത്തകൾ ഇങ്ങനെ സജഷനായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ പുറകിലേക്ക് ഒരുപാട് ഇത്തരം പദ്ധതികളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനിയാണ് ഇതിന്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് യുവാക്കളെ സംഘടിപ്പിക്കലും ചിഹ്നങ്ങൾ ഉപയോഗിക്കലുമാണ്. യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ പ്രക്ഷോഭങ്ങൾ ആദ്യം ഉണ്ടാക്കും. ചെറിയ പ്രതിഷേധ സംഘങ്ങളെ രൂപീകരിക്കുക. ഉദാഹരണത്തിന് സെർബിയയിലുണ്ടായ ഓത്പോർ, ജോർജിയയിൽ ഉണ്ടായിട്ടുള്ള കെമേര എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, ഇങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ തരത്തിലുള്ള പ്രതിഷേധ സംഘങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മൂന്നാം ഘട്ടത്തിൽ ആദ്യം. ഇതിനോടൊപ്പം തന്നെ ജീൻ ഷാർപ്പ് എന്ന് പറയുന്ന രാഷ്ട്രീയ തത്വചിന്തകന്റെ അഹിംസാത്മക പ്രതിരോധ തന്ത്രങ്ങൾ പരിശീലനം നൽകുക എന്നൊരു പ്രോസസ്സ് കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ പ്രസ്ഥാനത്തിന് എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിറമോ ചിഹ്നമോ നൽകുക എന്നതാണ്. ഈ ബ്രാൻഡിംഗ് ആണ് ഇത്തരം റെജീം ചേഞ്ചുകളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരായിരിക്കും. ചിലപ്പോൾ ഈവൻ ഒരു ജീവിയുടെ പേരുമാകാം, ഒരു പല്ലിയോ പഴുതാരയോ തവളയോ, അങ്ങനെ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു പേര്.
ഈ ബ്രാൻഡിങ്ങിന് കൃത്യമായ ഒരു പദ്ധതി ഇവർ ആസൂത്രണം ചെയ്യാറുണ്ട്. സോ എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിറമോ ചിഹ്നമോ കൊടുത്തിട്ട് ഇതിനെ വളരെയധികം ആളിക്കത്തിക്കുന്നതിനുള്ള ശ്രമത്തിലേക്ക് കടക്കും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉക്രൈനിലെ കാര്യം എടുത്താൽ ഉക്രൈനിൽ നടന്നതിനെ അവർ വിളിക്കുന്നത് ഓറഞ്ച് വിപ്ലവം എന്നാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവ്മെന്റ് നടക്കുന്നില്ലേ, ഇതേപോലെ തന്നെ യുക്രൈനില് ഓറഞ്ച് വിപ്ലവം എന്നൊരു പേരാണ് ഉണ്ടായിരുന്നത്. ജോർജിയയിൽ നടന്ന വിപ്ലവത്തിന് അവർ കൊടുത്ത പേര് റോസ് വിപ്ലവം എന്നാണ്. ഹോങ്കോങ്ങിലെ വിപ്ലവത്തിന് അവർ കൊടുത്ത പേര് കുഡാ വിപ്ലവം എന്നാണ്, അല്ലെ, അംബ്രല്ല വിപ്ലവം എന്നാണ്. ഇത് വിദേശ മാധ്യമങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കാൻ എളുപ്പമുള്ളത് കൂടിയായിരിക്കും ഈ ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ മൂന്നാം ഘട്ടത്തിൽ ഈ തയ്യാറെടുപ്പുകളായിരിക്കും നടക്കുക. ഇതിന്റെ നാലാം ഘട്ടം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് ഇതിനായിട്ട് പൊതുവെ എല്ലായിടത്തും നമ്മൾ തെരഞ്ഞെടുക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഔദ്യോഗിക ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഫണ്ട് ലഭിക്കുന്ന NGOകൾ തെരഞ്ഞെടുപ്പിൽ സർക്കാർ അട്ടിമറി നടത്തി എന്നങ്ങ് പ്രഖ്യാപിക്കും. ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ നമ്മൾ ഇതാണ് കണ്ടത്. ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പാശ്ചാത്യ സർക്കാരുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ അത് ഏറ്റെടുക്കുകയും നിലവിലുള്ള ഭരണാധികാരി രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്യുകയാണ് അവിടെ പതിവ്. ഇത് ചില സ്ഥലങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ഒരു ഘട്ടത്തിൽ, നാലാം ഘട്ടത്തിൽ, ആ ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്തിന് മാറ്റം വരാം. ചില സ്ഥലങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് അതിനായി കാണുന്നുവെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെ ആകണമെന്നില്ല. ഓരോ രാജ്യത്തിന്റെയും സവിശേഷ സാഹചര്യം അനുസരിച്ചായിരിക്കും ഏത് ഘട്ടത്തിലാണ് ഈ പ്രതിഷേധം കൊണ്ടുവരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. കൂടുതലായും ഇവർ തിരഞ്ഞെടുക്കാറുള്ള ഒരു രീതി തെരഞ്ഞെടുപ്പ് ചൂഷണം പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയിൽ അത്തരം നീക്കങ്ങൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഒന്നും വിജയിച്ചിട്ടില്ല. ഇനി അഞ്ചാമത്തെ ഘട്ടം വളരെ പ്രധാനമാണ്. ഈ ഘട്ടമാണ് ഈ ഒരു റെജീം ചേഞ്ചിലെ നിർണായക ഘട്ടം. അത് ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഇത് അട്ടിമറിക്ക് ശ്രമിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചാണെങ്കിലും. തെരുവ് ഉപരോധവും ഭരണസ്തംഭനവും. രാജ്യത്തെ പ്രധാന നഗര കേന്ദ്രങ്ങളിൽ, നഗര ചത്വരങ്ങളിൽ ജനങ്ങളെ അണിനിരത്തിയിട്ട് നിരന്തരമായ ഉപരോധങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഉദാഹരണത്തിന് ഉക്രൈനിലെ മൈദൻ സമരം എന്ന് പറഞ്ഞിട്ടൊരു സമരമുണ്ട്. ഉക്രൈനിൽ നടന്നത് സമാനമായ ഒരു സമരമാണ്. അതുപോലെ തന്നെ പൊതു പണിമുടക്കുകൾ, സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കൽ, വൻതോതിലുള്ള പ്രതിഷേധ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കൽ, ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് പോലീസിനെ കൊണ്ട് തിരിച്ചടിപ്പിക്കുകയും അതിലൂടെ സർക്കാരിനെ ക്രൂരന്മാരായ ഏകാധിപതികളെന്ന് ആഗോളതലത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ചു മുന്നേ ഈ നമ്മുടെ ഇന്ത്യയിൽ നടന്ന പ്രതിഷേധത്തിൽ ജെൻസിയിൽപ്പെട്ട ഏതോ ഒരു പയ്യൻ പോലീസുകാർക്ക് നേരെ പെപ്പർ സ്പ്രേയോ അങ്ങനെ എന്തോ ഒരു സാധനം, ഒരു സ്പ്രേ അടിക്കുന്നത് കണ്ടു. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം 100% ഒറിജിനൽ ആണോ എന്ന് വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. എന്നാലും കണ്ടപ്പോൾ റിയൽ ആയിട്ട് തോന്നി. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നതും കണ്ടിരുന്നു. എന്തായാലും ഒരു പെപ്പർ സ്പ്രേ പോലത്തെ ഒരു സാധനം അടിക്കുന്നത് കണ്ടു. പോലീസുകാർ ആ പയ്യനെ പിടികൂടുന്ന സമയത്ത് ഉടനെ തന്നെ അയാൾ ഇരവാദം ഇറക്കുന്നതാണ് അവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളതാ ഉപദ്രവിക്കുന്നതെന്ന്. ഒരു വശത്ത് പോലീസിനെ പ്രൊവോക്ക് ചെയ്യുന്നു, പോലീസുകാർ തിരിച്ച് ആക്രമിക്കുകയോ അല്ലെങ്കിൽ ലാത്തി ചാർജ് നടത്തുകയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് പൊതുവെ ഇത്തരം വിദേശ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള അട്ടിമറികളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു പൊതുവായ ഒരു ശൈലി എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ റെജീം ചേഞ്ച് നടത്താനുള്ള ശ്രമം വിജയിക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നിലവിൽ ഭരിക്കുന്ന സർക്കാരിന്റെ പതനവും പുതിയ ഭരണമാറ്റവുമായിരിക്കും. പക്ഷേ എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള റെജീം ചേഞ്ച് മൂവ്മെന്റുകൾ വിജയിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഇറാനിൽ സമാനമായ ഒരു ചേഞ്ച് നടത്താൻ ശ്രമം നടത്തി നോക്കിയതാണ്. അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിന്റെയും ഒക്കെ സപ്പോർട്ടോടെ തന്നെ, അത് പരസ്യമായ സപ്പോർട്ടോടെയായിരുന്നു. പക്ഷേ ഇറാൻ ഭരണകൂടത്തിന് അതിനെ നേരിടാൻ കഴിഞ്ഞു. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബംഗ്ലാദേശിനെ പോലെയോ നേപ്പാളിനെ പോലെയോ ഒന്നുമുള്ള ഒരു സിസ്റ്റം അല്ലായിരുന്നു ഇറാനിൽ. ഇന്ത്യയുടെ കാര്യവും അങ്ങനെയാണ്. വലിയ രാജ്യമാണ്. റെജീം ചേഞ്ചിന്റെ സൂചനകളെക്കുറിച്ചും അതിന്റെ നീക്കങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, റഷ്യ, ചൈന, ഇറാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ഇതുവരെയും ഇവിടെ അതൊന്നും നടക്കാതെ പോയത്. അപ്പോ ഈ ഭരണമാറ്റ പ്രോസസ്സിന്റെ 6ാം ഘട്ടം സൈന്യത്തിലും പോലീസിലുമൊക്കെ ഭിന്നതകൾ ഉണ്ടാക്കുകയും അന്താരാഷ്ട്ര ഉപരോധ ഭീഷണി കാരണം ജനങ്ങൾക്ക് നേരെ വെടിവയ്ക്കാൻ അവർ വിസമ്മതിക്കുകയും ചെയ്യുക എന്നൊരു ഘട്ടമാണ്. ഭരണാധികാരി രാജിവെക്കുകയോ നാട് വിടുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യും. തുടർന്ന് പാശ്ചാത്യ അനുകൂലികളായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കൾ അധികാരത്തിൽ വരികയും രാജ്യത്തിന്റെ സ്വത്തുക്കൾ സ്വകാര്യവൽക്കരിക്കുകയും വിദേശ നയം, നാറ്റോ, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അനുകൂലമാക്കുകയും ചെയ്യുന്നതാണ് പൊതുവെ കാണുന്ന പാശ്ചാത്യ മോഡൽ റെജീം ചേഞ്ച് തന്ത്രങ്ങളിൽ പെടുന്നത്. ഇന്നിപ്പോ ഈ തന്ത്രം ചൈനയും പയറ്റുന്നുണ്ട് കേട്ടോ, പല രാജ്യങ്ങളിലും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നടക്കുന്ന
റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിൽ പാശ്ചാത്യ ലോകം മാത്രമാണ്, അല്ലെങ്കിൽ ജോർജ് സോറസും അയാളുടെ ഗ്രൂപ്പും മാത്രമാണ് എന്ന് നമുക്ക് തീർത്ത് പറയാനൊന്നും പറ്റില്ല. ഒരുപക്ഷെ ചൈനയുടെ താല്പര്യങ്ങളും ഉണ്ടാകാം. ഇത്തരം മൂവ്മെന്റുകൾ നടക്കുമ്പോഴെല്ലാം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു റീസൺ, ജനകീയമായ നീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റീസൺ ഉണ്ടാവും. അത് ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കും, പക്ഷെ അതിനെ ആളി കത്തിക്കുന്നതിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ വിജയിക്കുന്നത് കൊണ്ടാണ് റെജീം ചേഞ്ച് പലയിടങ്ങളിലും സക്സസ് ആവുന്നത്. ബംഗ്ലാദേശിന്റെ കാര്യം തന്നെ എടുക്കാം. അവിടെ കലാപം ഉണ്ടാവുന്നതിന് കാരണക്കാരി ഷേഖ് ഹസീന ആയിരുന്നില്ല. ശരിക്കും തുടക്കം ഒരു കോടതി വിധിയിലൂടെയായിരുന്നു. ബംഗ്ലാദേശില് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലികളിൽ നൽകിയിരുന്ന 30% സംവരണം 2018 ഷേഖ് ഹസീന സർക്കാർ റദ്ദാക്കി. കുറെ കാലമായിട്ട് ജനങ്ങളുടെ ആവശ്യം കൊണ്ട് തന്നെയാണ് അത് റദ്ദാക്കിയത്. 2024 ജൂൺ 5 ആയപ്പോ ഹൈക്കോടതി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ റദ്ദാക്കൽ നിയമവിരുദ്ധമാണെന്ന് വിധിക്കുകയും സംവരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു. അപ്പൊ സമരത്തിന് കാരണമായത് ഈ ഒരു കോടതി വിധിയാണ്. പക്ഷെ പതിയെ പതിയെ സമരത്തിന്റെ സ്വഭാവം മാറി. അത് ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായി. ഷേഖ് ഹസീന സർക്കാർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു, ജനാധിപത്യ ധ്വംസനം നടത്തുന്നു, ഏകാധിപത്യം കാണിക്കുന്നു, രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നു, തൊഴിലില്ലായ്മ ഉണ്ടാവുന്നു, അങ്ങനെയെല്ലാം പ്രചാരണം നടത്തി സമരം ഹസീന സർക്കാരിന് എതിരാക്കി മാറ്റുന്നു. പിന്നീട് സമരത്തെ കലാപത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് അതിനെ നേരിട്ടപ്പോൾ പലയിടങ്ങളിലും പോലീസിന്റെ ഭാഗത്തും ആളുകൾ മരിക്കുന്നു, കലാപത്തിൽ പങ്കെടുത്ത ആളുകളും മരിക്കുന്നു. ഇത് കലാപം കൂടുതൽ ആളിക്കത്താൻ കാരണമാവുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണല്ലേ. ഷേഖ് ഹസീന അവിടുന്ന് രാജ്യം വിടേണ്ടി വരുന്നു. ബംഗ്ലാദേശ് താറുമാറായി പോയി. നമ്മുടെ നാട്ടിലെ കോക്രോച്ച് സമരം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ബംഗ്ലാദേശിലെ തുടക്കമാണ്. ഇവിടെ ഈ കോക്രോച്ച് പാർട്ടി രൂപീകരിക്കാൻ കാരണമായത് ഒരു കോടതി ജഡ്ജി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മോദിയോ BJPയിലെ ഏതെങ്കിലും നേതാക്കളോ നടത്തിയതല്ല. അതിനെതിരായി തുടങ്ങിയ ഒരു ഓൺലൈൻ മൂവ്മെന്റ് പതിയെ അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഗവൺമെന്റിനെതിരാക്കി മാറ്റുന്നു. ശരിയാണ്, നീറ്റ് പരീക്ഷയിൽ ചോദ്യ പേപ്പർ ചോർന്നത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് കാലത്ത് 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരുന്ന, അല്ലെങ്കിൽ +2 പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരുന്ന വാർത്തകൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നിസ്സാരമായ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രമിക്കേണ്ടത് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഒരു പരീക്ഷയിൽ തോൽക്കുന്നതോ ഒരു പരീക്ഷ റദ്ദ് ചെയ്യപ്പെടുന്നതോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവസാനമല്ല. പ്രതിസന്ധികളെ നേരിടാനാണ് നമ്മൾ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത്. നീറ്റ് ചോദ്യ പേപ്പർ ചോരുന്ന സമയത്ത് പരീക്ഷ റദ്ദാക്കേണ്ടി വരുന്നു. അതോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല. പഠിച്ചതിൽ ബോധ്യമുള്ള കഴിവുള്ള ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ അവസരം തുറന്നു കിടക്കുകയാണ്. അപ്പൊ അവന് വീണ്ടും പരീക്ഷ എഴുതി വീണ്ടും റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവന് കഴിവുണ്ടെങ്കിൽ തീർച്ചയായും എത്താം. അപ്പൊ അതൊന്നിന്റെ അവസാനമല്ല. ഇത് കുട്ടികളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ നാട്ടില് ഇതിനെല്ലാം ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യ പേപ്പർ ചോരുന്നത് ഒരു നിസ്സാര വിഷയമായിട്ട് ഞാൻ പറയുന്നില്ല. അത് ഗൗരവമുള്ള വിഷയമാണ്, ശാശ്വതമായി പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അത് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇപ്പോഴത്തെ കോക്രോച്ച് പാർട്ടി സമരത്തിൽ ഇന്നലെ തലപ്പാവ് ധരിച്ച ആയുധധാരികളായിട്ട് നമ്മുടെ പഞ്ചാബിൽ നിന്ന് കുറെ ആളുകൾ വന്നിട്ടുണ്ട്. എന്തോ പേരൊക്കെ അവർക്കുണ്ട്, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പൊ ഇവർ കർഷക സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്. കർഷക സമരത്തിൽ പങ്കെടുത്തവര്, കാശ്മീരിൽ നമ്മുടെ 370 അനുച്ഛേദം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞവര്, ഇങ്ങനെ നേരത്തെ പല കാര്യങ്ങളിൽ സമരം ചെയ്തിരുന്ന എല്ലാവരും വിദ്യാർത്ഥികളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയാണ്. കർഷക സമരം ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കർഷകരുടെ വ്യൂ പോയിന്റിൽ. അതിനെ മോദി വിരുദ്ധരും രാജ്യവിരുദ്ധരുമായിട്ടുള്ള കുറെ ആളുകൾ ഹൈജാക്ക് ചെയ്ത പോലെ തന്നെ വിദ്യാർത്ഥികളുടെ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച എന്ന ന്യായമായ ആവശ്യത്തെ, അത് തടയണമെന്നുള്ള ന്യായമായ ആവശ്യത്തെ മറ്റു പല ആളുകളും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെയാണ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ലോകത്തെ പല രാജ്യങ്ങളിലും റെജീം ചേഞ്ച് എങ്ങനെയാണ് നടന്നത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.